നമസ്കാരം. തീഹാർ ജയിലിനുള്ളിലേക്ക് പോയ അരവിന്ദ് കെജ്രിവാൾ അല്ല ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷ കൂട്ടായ്മയായ INDA എന്ന മുന്നണിയുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ അമരക്കാരനായാണ് 50 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പോലും അരവിന്ദ് കെജ്രിവാളിന്റെ നിഴലായി പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് അറിയാനും സാധിക്കും. അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ദില്ലി പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം വരും ദിവസങ്ങളിൽ തിളച്ചു മറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മെയ് 25-ാം തീയതിയാണ് ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 1-ാം തീയതിയാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും കെജ്രിവാളിന്റെ ജാമ്യ വിവരം അറിഞ്ഞതോടുകൂടി പഞ്ചാബിൽ നിന്നും ദില്ലിയിൽ നിന്നും ഒക്കെയുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും തലസ്ഥാനത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് ജയ് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ജയിലിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത്. നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഈ ഒരു ജാമ്യം അത് വലിയ തോതിൽ തന്നെ ദേശീയ മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ മറന്നുപോകുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അഴിക്കുള്ളിലായ ഏക മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്ല, മറിച്ച് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ കൂടി അഴിക്കുള്ളിലായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെങ്കിൽ പോലും സോറന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. കാരണം ഭൂമി കുംഭകോണ കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹേമന്ത് സോറന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് തള്ളിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഒക്കെ അഴിക്കുള്ളിലായപ്പോൾ അവരുടെ ഭാര്യമാർ വലിയ തോതിൽ തന്നെ INDA എന്ന മുന്നണിയുടെ മുഖമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സുനിത കെജ്രിവാളും കൽപ്പന സോറനും ഒക്കെ INDAയുടെ വേദികളിൽ വന്നിരുന്ന് വികാരഭരിതരായി ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്നു, അണികളെ അഭിസംബോധന ചെയ്യുന്നു. അടിമുടി രാഷ്ട്രീയക്കാരികളായി ഇവരൊക്കെ ആ സമയം കൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ച് 4-ാം ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും സുനിത കെജ്രിവാളിനും ഒക്കെ അവരുടെ പ്രയത്നത്തിന്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ വേദിയിൽ പോയി സംസാരിച്ചുവോ അതിനൊക്കെ ഫലം ലഭിച്ചിട്ടുണ്ട്. കാരണം കെജ്രിവാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മൈലേജ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ സാധിക്കും. നിലവിൽ എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ ആഘോഷിക്കുകയാണ് INDA എന്ന മുന്നണി മുഴുവനും. മമതാ ബാനർജിയും സ്റ്റാലിനും ഉൾപ്പെടെ അഭിനന്ദനങ്ങൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിനിടയിൽ INDA എന്ന മുന്നണി പോലും ഹേമന്ത് സോറന്റെ കാര്യം മറന്നിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.